നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ വിഷ്ണു. ഞാൻ PRS ഹോസ്പിറ്റലിലെ ഷോൾഡർ ആൻഡ് സ്പോർട്സ് ഇഞ്ചുറീസ് എന്ന വിഭാഗത്തിൽ ഓർത്തോപെഡിക്സിൽ വർക്ക് ചെയ്യുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് തേയ്മാനത്തെക്കുറിച്ചാണ്. എല്ല് തേയ്മാനം. ഇപ്പം വളരെയധികം പേഷ്യൻസ് നമ്മുടെ OPയിൽ വന്ന് പറയും, എനിക്ക് തേയ്മാനമാണ്, അല്ലെങ്കിൽ എനിക്ക് മുട്ട് തേയ്മാനമുണ്ട്, എന്താണ് ചെയ്യേണ്ടത്, എന്തുകൊണ്ടാണ് ഇത് വന്നത്? തേയ്മാനം എന്നുദ്ദേശിക്കുന്നത് എല്ലിന്റെ സാന്ദ്രത കുറയുക എന്നതാണ്, അതുകൂടാതെ തേയ്മാനം ജോയിന്റിൽ അല്ലെങ്കിൽ ഒരു സന്ധിയിൽ ഉണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിയർ ആൻഡ് ടയർ ആണ്. അതായത് തേഞ്ഞു പോയി ജോയിന്റ് നശിച്ചു. അങ്ങനെ ഈ രണ്ട് കാരണങ്ങളെയും ക്രോഡീകരിച്ചാണ് നമ്മൾ തേയ്മാനം എന്നൊരു ജനറലൈസ്ഡ് ആയിട്ട് പറയുന്നത്. ഇംഗ്ലീഷിൽ ഇത് രണ്ട് കണ്ടീഷനായിട്ട് എടുക്കും. ഒന്ന് ഓസ്റ്റിയോപോറോസിസ്, അതായത് എല്ലിന്റെ സാന്ദ്രത കുറയുക. രണ്ടാമത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, അതായത് തേയ്മാനം, ജോയിന്റ് ഡാമേജ്. മിക്ക ആൾക്കാരും നമ്മുടെ അടുത്ത് വരുന്നത് മുട്ടുവേദനയോ നടുവേദനയോ കൈവേദനയോ ജനറലൈസ്ഡ് ബോഡി പെയിനോ നടക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടോ സ്റ്റെപ്പ് കയറാനുള്ള ബുദ്ധിമുട്ടുകളോ ഇങ്ങനെ പല കംപ്ലൈൻറ്റുമായിട്ടാണ്. നല്ലൊരു ശതമാനം ആൾക്കാരും എനിക്ക് തേയ്മാനമാണെന്ന് പറഞ്ഞ് വരുന്നവരുമുണ്ട്. ശരി, ഇനി എന്താണ് ഈ തേയ്മാനം? ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇപ്പം ശരീരത്തിലെ എല്ലിൻ്റെ സാന്ദ്രത കുറഞ്ഞു വരുന്ന തേയ്മാനമാണെങ്കിൽ ഒരുവിധം നല്ല മെജോറിറ്റിയും ഇത് പ്രായമായ ആൾക്കാരിലാണ് കാണുന്നത്. പോസ്റ്റ് മെനോപോസൽ വിമൻ, അതായത് നമ്മുടെ മെനപ്പോസ് കഴിഞ്ഞ സ്ത്രീകളിലോ അല്ലെങ്കിൽ 50 മേളിൽ വയസ്സായ പുരുഷന്മാരിലോ ആണ് ഇത് വളരെ കോമൺ ആയി കാണുന്നത്. ഇനി ഇത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒന്ന് നമ്മുടെ ഹോർമോണൽ പ്രൊട്ടക്ഷൻ നമുക്ക് മെനപ്പോസിന് ശേഷം നഷ്ടപ്പെടുന്നു സ്ത്രീകളിൽ. മെയിൽസിനാണെങ്കിലും പല ഹോർമോണൽ ചേഞ്ചും നമ്മളെ പ്രായമാകുന്നത് കാരണം കാൽഷ്യം, വിറ്റാമിൻ ഡി മുതലായ വൈറ്റമിൻസും മറ്റും നമ്മുടെ ശരീരത്തിന് അബ്സോർപ്ഷൻ, അത് കുടലിൽ നിന്ന് അതിനെ അബ്സോർബ് ചെയ്യാനുള്ള നമ്മുടെ കഴിവ് കുറഞ്ഞു വരുന്നത് കൊണ്ടും ആണ് പൊതുവെ ഇത് ഉണ്ടാകുന്നത്. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ്, അതായത് ഇത് എങ്ങനെയൊക്കെയാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്? ഒന്ന്, ബോഡി പെയിൻ, ബോഡി ഏക്സ്, അതായത് നമുക്ക് അവിടെ വേദന ഇവിടെ വേദന, എസ്പെഷ്യലി നടുവേദന, മുട്ടുവേദന, കഴുത്തുവേദന എന്നിവയൊക്കെ ആണ് ഒരു സിംറ്റംസ്. പലപ്പോഴും ഒരു സിംറ്റവും ഉണ്ടാകാറില്ല. അവർ ഒരു ഫ്രാക്ചർ ആയിട്ട് വരുമ്പം, അതായത് എല്ല് പൊട്ടിയിട്ട് വരുമ്പോഴാണ് നമ്മൾ 90% ഇവരെ കണ്ടുപിടിക്കുന്നത്. ഏറ്റവും കോമൺ ആയിട്ടുണ്ടാവുന്നത് ഈ മണികണ്ഠം, നമ്മുടെ റിസ്റ്റിലുണ്ടാവുന്ന ഫ്രാക്ചർ, അല്ലെങ്കിൽ തോളിലുണ്ടാകുന്ന ഫ്രാക്ചർ, അല്ലെങ്കിൽ വീണ് കഴിഞ്ഞതിന് ശേഷം നട്ടെല്ലിലുണ്ടാകുന്ന ഫ്രാക്ചർ. ഇതാണ് കോമൺ. ഇടുപ്പ് ഫ്രാക്ചറായിട്ട് വരുന്നതാണ് മറ്റൊരു കോമണസ്റ്റ് ഫ്രാക്ചർ. അപ്പം ഇതിൽ മെജോറിറ്റി ആൾക്കാരും നമ്മൾ അഗ്രസീവായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരാറുണ്ട്. അതത് ഫ്രാക്ചറിന് ഉതകുന്ന പരമായിട്ടുള്ള ചികിത്സയാണ് ഇതിന് കൊടുക്കാറ്. ഇതാണ് ഓസ്റ്റിയോപോറോസിസ് എന്നുള്ളത്. ഇനി രണ്ടാമതൊന്ന് തേയ്മാനം, ജോയിന്റിലെ തേയ്മാനം. അതൊരു വിയർ ആൻഡ് ടയർ ആണ്. പ്രായത്തിനനുസരിച്ച് വരുമ്പോഴോ അല്ലെങ്കിൽ ഓവർ യൂസ് ഇഞ്ചുറി, എക്സസീവായിട്ട് ചില റിപ്പിറ്റേറ്റീവ് വർക്ക്, അത് സ്പോർട്സ് ആകാം, അല്ലെങ്കിൽ നമ്മുടെ ജോലി സംബന്ധമായ വർക്കാകാം, അതല്ലെങ്കിൽ ഇപ്പം പുറം നാടുകളിലും ഈ എക്സസീവ് ജിമ്മും ഒക്കെ ചെയ്യുന്നവർക്ക് അൺസയൻറ്റിഫിക് ആയിട്ട് റെസ്റ്റ് കൊടുക്കാതെ ഓവർ യൂസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ജോയിന്റിന് റിപ്പീറ്റഡ് ആയിട്ട് ഡാമേജ് ഉണ്ടാകുമ്പോൾ വരുന്ന പെർമനന്റ് ഡാമേജുമായിട്ടും ഈ തേയ്മാനം വരാം. ഇനി എന്തൊക്കെയാണ് ജോയിന്റിൽ ഉണ്ടാകുന്ന തേയ്മാനത്തിന്റെ സിംറ്റംസ്? പറയാതെ തന്നെ എല്ലാവർക്കും അറിയായിരിക്കും. ജോയിന്റ് പെയിൻ, അതായത് വേദന, സ്റ്റിഫ്നെസ്, നമുക്ക് മൂവ്മെന്റ് കുറഞ്ഞു വരിക. ഇപ്പം കാൽമുട്ടിലാണെങ്കിൽ സ്റ്റെപ്പ് കയറാനുള്ള ബുദ്ധിമുട്ട്, കയറ്റം കയറാനുള്ള ബുദ്ധിമുട്ട്, അതല്ലെങ്കിൽ ചമ്രം പടഞ്ഞിരിക്കാനുള്ള ബുദ്ധിമുട്ട്, താരെ കുത്തിയിരിക്കാനുള്ള ബുദ്ധിമുട്ട്, എഴുന്നേൽക്കാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ജോയിന്റിനകത്ത് സൗണ്ട് കേൾക്കുക, നീര് വരിക, ജോയിന്റ് വളഞ്ഞു പോവുക, എല്ല്. ഇതൊക്കെയാണ് ജോയിന്റ് തേയ്മാനത്തിന്റെ ലക്ഷണങ്ങൾ. ഇനി എന്തൊക്കെയാണ് ഇതെങ്ങനെ നമുക്ക് വരാതിരിക്കാൻ നോക്കാം? അതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആദ്യത്തേത്, അതായത് ഓസ്റ്റിയോപോറോസിസ്, അതായത് ബോണിന്റെ സാന്ദ്രത കുറയുന്ന അസുഖം. എങ്ങനെ ഇത് പ്രിവെന്റ് ചെയ്യാം? അവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെ ഒരു അസുഖം വരുന്നതിലും ഭേദം, അവസാനം ഫ്രാക്ചർ ആകുന്നതിലും ഭേദം ഇതിനെ പ്രിവെന്റ് ചെയ്യുകയാണ് നമ്മൾ വേണ്ടത്. മുന്നേ പറഞ്ഞതുപോലെ ഫ്രാക്ചർ ഉണ്ടായിട്ടാണ് മെജോറിറ്റി ആൾക്കാരെ നമ്മൾ കാണുന്നത്.
നമ്മൾ അതിലുപരി ഇവരെ അതിന് മുന്നേ കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്കിത് എങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും? അപ്പോൾ മെനപ്പോസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ എല്ലിന്റെ സാന്ദ്രത കുറയാനുള്ള പെർസെൻറ്റേജ് ഭയങ്കര കൂടുതലാണ്. ഓരോ 10 വർഷത്തിലും 20, 30, 50% നമ്മുടെ എല്ലിന്റെ പഴയ സ്ഥിതിയിൽ, പൂർവ്വസ്ഥിതിയിൽ നിന്നും വീക്ക് ആവുന്നത്. അതിന്റെ ശതമാന കണക്ക് വെച്ച് നോക്കിയാൽ ഏകദേശം. ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന്, നല്ല ന്യൂട്രീഷ്യസ് ആയി ഫുഡ് കഴിക്കാൻ. എന്താണ് ന്യൂട്രീഷ്യസ് ആയി ഫുഡ് കഴിക്കേണ്ടത്? നമുക്ക് ഇപ്പോൾ നമ്മുടെ സയൻസ് പ്രകാരം അറിയാവുന്നത് കാൽഷ്യം വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയാണ് ഓസ്റ്റിയോപൊറോസിന് ഒരു ഇമ്പോർട്ടൻറ്റ് കാരണം. അപ്പോൾ അത് കൂടുതലായ ഫുഡ് കഴിക്കുക. എന്തൊക്കെയാണ് കോമൺ ആയിട്ട് കാൽഷ്യം വൈറ്റമിൻ ഡി കൂടുതലായിട്ട് കിട്ടുന്ന ഫുഡ്? കാൽഷ്യം കൂടുതൽ ഗ്രീൻ ലീഫി വെജിറ്റബിൾസിലുണ്ട്. രണ്ടാമത് പാലിലുണ്ട്. പിന്നെ ഈ എല്ലുള്ള മീൻ, അതായത് നമ്മുടെ എല്ലോടെ കഴിക്കുന്ന മീൻ, നെത്തോലി പോലെ എല്ലോടെ കഴിക്കുന്ന മീൻ. പിന്നെ ഈ മീറ്റിനകത്ത് നമ്മൾ എല്ല് കഴിക്കുക, അതിൻ്റെ കാട്ട്ലേജ് കഴിക്കുക. പിന്നെ ഇതൊക്കെയാണ് കാൽഷ്യം ഹൈ ആയിട്ടുള്ള ഫുഡ്. ഇനി വൈറ്റമിൻ ഡി ഹൈ ആയിട്ടുള്ള ഏതൊക്കെ ഫുഡാണ്? നമ്മുടെ നാട്ടിൽ ഇപ്പം കേരളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ലോകത്തെ ഏറ്റവും കൂടുതൽ ഫിഷ് കൺസ്യൂമിങ് പോപ്പുലേഷൻ ഏറ്റവും കൂടുതലുള്ള എനിക്കൊന്ന് 3ാമത്തെയൊക്കെ ആയിരിക്കും ലോകത്തിലെ എന്ന് വെച്ചാൽ വെരി ഹൈ ആണ്. നമ്മുടെ ആവറേജ് ഇന്ത്യനെക്കാട്ടിലും നമ്മളൊരു 5-10 ഇരട്ടി നമ്മൾ ഫിഷാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പം നമ്മൾ എന്തൊക്കെ ഫിഷിലാണ് ഇത് കാണുന്നത്? പലരും ചോദിക്കും ഏത് ഫിഷ് കഴിക്കണം? ഏറ്റവും നാടനായി കിട്ടുന്ന മത്തി, അയില മുതലായ ഫിഷിലാണ് വൈറ്റമിൻ ഡി ഹൈ ആയിട്ടുള്ളത്. ഇനി അതല്ലാതെ സോയയിലുണ്ട്, അങ്ങനെ പിന്നെ മുട്ടയുടെ മഞ്ഞയിലുണ്ട്, മഷ്റൂമിലുണ്ട്, അതായത് അൾട്രാവയൽ ശരിയായ ഗ്രോ ചെയ്ത മഷ്റൂമിലുണ്ട്. ഇതൊക്കെയാണ് വൈറ്റമിൻ ഡി ഹൈ ആയിട്ടുള്ള ഫുഡ്. പിന്നെ എല്ലാവരും ചോദിക്കാറുണ്ട് എന്തിനാണ് ഞാൻ ഈ ഫുഡ് ഇതൊക്കെ കഴിക്കുന്നത്, ഈ സൺലൈറ്റിൽ നിന്ന് കിട്ടൂലേ? അത് കറക്റ്റാണ്, സൺലൈറ്റിൽ നിന്ന് നമുക്ക് വൈറ്റമിൻ ഡി കിട്ടുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ആക്റ്റീവ് പദാർത്ഥം മറ്റൊരു ഹൈലി ആക്റ്റീവായ പദാർത്ഥമാകുകയാണ് സൺലൈറ്റിൽ നിന്ന് ചെയ്യുന്നത്. അതിന് കുറച്ച് പ്രീ റിക്വസിറ്റ് ഉണ്ട്. അതായത് നമ്മൾ അത് ആ അൾട്രാവയലറ്റ് റേസ് വരുന്ന ഏറ്റവും കൂടുതലുള്ള സമയം, അതായത് ഒരു ഉച്ചയ്ക്ക് സൂര്യൻ ഏകദേശം നമ്മുടെ നേരെ മേളിലിരിക്കുന്ന സമയം, ഒരു 11 മണി മുതൽ 2 മണി റഫ്ലി, ആ സമയത്തായിരിക്കണം നമ്മൾ പുറത്തിറങ്ങി നടക്കേണ്ടത്. അപ്പം നമ്മുടെ അപ്പർ നെക്ക്, അപ്പർ ആം, അപ്പർ ചെസ്റ്റ് ഒക്കെ എക്സ്പോസ് ആയിരിക്കണം. ഇത് നമ്മൾ റെഗുലർലി ചെയ്യണം. നമ്മളെ സ്കിൻ കണ്ടീഷൻ അതിന് പറ്റുന്നതായിരിക്കണം. ഈ സ്കിൻ ക്രീം, സ്കിൻ ലോഷൻസ് ഒന്നും ഇടാൻ പാടില്ല, സൺസ്ക്രീൻ ഒന്നും ഇടാൻ പാടില്ല. അങ്ങനെ പല പ്രീ റിക്വസിറ്റ് ഉണ്ട്. ടു ബി ഫ്രാങ്ക്, അത് ഒരു പ്രെഡിക്റ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് അല്ല. നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് ഇങ്ങനെ പോയി നിന്നാൽ കിട്ടണമെന്നില്ല. എല്ലാ ദിവസവും ജോലിക്കിടയിൽ പോയി സൂര്യൻ കായാൻ നമുക്ക് പറ്റുന്ന പ്രാക്ടിക്കലി പോസിബിൾ അല്ല. നല്ല ചൂടുള്ള സമയത്ത് വെയിലത്ത് പോയി നിൽക്കാൻ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പോൾ ഒരു സാമാന്യ ഒരു ബുദ്ധിക്ക് പറ്റുന്നത് നമ്മൾ അത് ഹൈ ആയി ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. രണ്ടാമത് കാൽഷ്യം വൈറ്റമിൻ ഡിയെ പറ്റി പറഞ്ഞു. ഇനിയും ചിലപ്പോൾ ഇതൊക്കെ കഴിച്ചാലും നമ്മുടെ ബോണിന്റെ സാന്ദ്രത കൂടുകയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചില മരുന്നുകൾ എടുക്കേണ്ടി വരും. അതിനു മുന്നേ നമ്മൾ ടെസ്റ്റ് ചെയ്യണം, നമുക്ക് ശരിക്കും ഓസ്റ്റിയോപോറോസിസ് ഉണ്ടോ, അല്ലാതെ എല്ലിന് തേയ്മാനം ഉണ്ടോ എന്നറിയണം. അതിനേതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റ്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡെക്സാ സ്കാൻ എന്ന് പറഞ്ഞ ടെസ്റ്റാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ എല്ലിൻ്റെ സാന്ദ്രതയെ അറിയാം. അതനുസരിച്ച് അതിനുതകുന്നതായ ചികിത്സ നമ്മൾ ചെയ്യേണ്ടതാണ്. ഇനി പല ടെസ്റ്റ് ഉണ്ട്. ചില CT മെഷർമെന്റിലും നമ്മൾ ബോണിന്റെ ഡെൻസിറ്റി അറിയാം. പക്ഷേ ഡെക്സയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റ്. ഇനി അതിന് അപ്പം വളരെ കുറവാണെങ്കിൽ നമ്മൾ ചില പ്രത്യേക ഹോർമോണുകളോ ചിലതരം ബിസ്ഫോസ്ഫണേറ്റ്സോ മുതലായ ട്രീറ്റ്മെൻറ്റും എടുക്കേണ്ടി വരാറുണ്ട്. ഇനി ജോയിന്റ് തേയ്മാനത്തിന് എന്താണ് ചികിത്സ? ജോയിന്റ് തേയ്മാനത്തിന് നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും പല ചികിത്സയുണ്ട്. എയർലി തേയ്മാനത്തിനൊക്കെ നമ്മൾ എക്സസൈസ് ചെയ്ത് നമ്മുടെ മസിൽസിനെ സ്ട്രെങ്ത് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ട് കുറഞ്ഞു കിട്ടുന്നതാണ്. ഇനി വെയിറ്റ് റിഡക്ഷൻ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡയറ്ററി ആയിട്ടും, അതായത് നമ്മൾ ഫുഡ് കൺട്രോൾ ആയിട്ടും, അതുപോലെ തന്നെ എക്സസൈസിന് മുൻഗണന കൊടുത്തും നമ്മൾ വെയിറ്റ് കുറച്ചാൽ തന്നെ ജോയിന്റ് തേയ്മാനത്തിന്റെ സിംറ്റംസ് കുറഞ്ഞു വരും. ഇനി വന്ന തേയ്മാനം അത് പ്രോഗ്രസ് ചെയ്യത്തേ ഉള്ളൂ, അത് കുറഞ്ഞു പോകത്തില്ല. എന്നിരുന്നാലും നമുക്കതൊരു കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും. ഇനി ഇതൊക്കെയാണ് നമ്മുടെ പ്രിവെൻഷൻ ആയിട്ട് ചെയ്യേണ്ടത്. ഇനി ഇതൊക്കെ വന്ന മറ്റു എന്ത് ട്രീറ്റ്മെന്റ് ചെയ്യാം? ഓസ്റ്റിയോപോറോസിസ് ഫ്രാക്ചർ ആയിട്ട് വന്നാൽ അതിനുതകുന്ന ചികിത്സ നൽകണം. ജോയിന്റ് തേയ്മാനമാണെങ്കിൽ പല ജോയിന്റിന്റെ തേയ്മാനത്തിന്റെ കണ്ടീഷൻ അനുസരിച്ചും അഫക്റ്റ് ആയ ജോയിന്റ് അനുസരിച്ചും
അതുപോലെ തന്നെ നമ്മുടെ ഫങ്ഷണൽ ഡിമാൻഡ് അനുസരിച്ച് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതനുസരിച്ചും ട്രീറ്റ്മെൻറ്റ് പലതാണ്. അപ്പം ചിലവർക്ക് ചില മരുന്നുകൾ മതിയാകും, ചിലവർക്ക് ജോയിൻറ്റിനകത്ത് പല ഇഞ്ചെക്ഷൻസ് കൊടുക്കും. റീജനറേറ്റീവ് മെഡിസിൻ എന്ന് പറഞ്ഞൊരു ബ്രാഞ്ച് തന്നെയുണ്ട്. അപ്പം ചിലവർക്ക് മൈനറായിട്ടുള്ള കീ ഹോൾ പ്രൊസീജിയറിലൂടെ കുറച്ച് കാലം കൂടെയും ഈ തേയ്മാനം വന്ന ബുദ്ധിമുട്ട് മാറ്റാൻ പറ്റും. അൾട്ടിമേറ്റ്ലി ഫുൾ ബ്ലോൺ തേയ്മാനത്തിന് ട്രീറ്റ്മെൻറ്റ് പലപ്പോഴും ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റും ആകാറുണ്ട്. സോ നമ്മൾ മെയിൻലി ഇന്ന് ഡിസ്കസ് ചെയ്തത് എല്ലിൻ്റെ തേയ്മാനവും അതിൻ്റെ പ്രിവെൻഷനും അതിൻ്റെ ട്രീറ്റ്മെൻറ്റുമാണ്. അപ്പം ഇതൊക്കെ വരുന്നതിനേക്കാൾ ഉപരി വന്നിട്ട് ട്രീറ്റ് ചെയ്യുന്നതിനേക്കാൾ എത്രയോ നല്ലത് പ്രിവെൻഷനാണ്. അതുകൊണ്ട് നമുക്ക് ഇത് വരാതിരിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അതിനുതകുന്ന ജീവിതശൈലി സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ്. താങ്ക് യു.